അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് തെങ്ങി കയറുക എന്നുള്ളത്. അത് ഭയങ്കര ആഗ്രഹമാണ്. ഇത് കണ്ട നമ്മുടെ തെങ്ങ് അടുത്ത് നിൽക്കണേ കണ്ട, നല്ല മൂർച്ചയുള്ള വാക്കത്തിയാണ്. ഭയങ്കര ഹൈറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ, ഭയങ്കര ഹൈറ്റ്. നമുക്കൊരു ഇതൊരു വലിയ ഫാക്ടറി ആണുള്ളത്. പിന്നെ വലിയ ഫാക്ടറിയാണ്. ഇവിടെ തന്നെയാണല്ലേ ലാബോറട്ടറി? അതെ അതെ, മാനുഫാക്ചറിങ് ഒക്കെ അവിടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ 25,000 ഒരു മാസം ഉണ്ടാക്കുന്നത് അല്ലേ, ഒരു വീട്ടമ്മ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? വളരെ സിമ്പിളായ കാര്യമായിട്ടാ. അതെ, ഇതൊക്കെ ഇതണ്ട ഈ സംഭവമാണ് നമുക്ക് ആ ഒരു 25,000 രൂപയോളം കിട്ടുന്ന സംഭവം. എന്താണെന്നറിയില്ലേ, ജൈവ കൃഷിക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റാണിത്. ഇത് ഹോമിയോ ഗുളികയാണ് ഇട്ടത്. അപ്പോൾ വിഷകരമല്ലാത്ത മായമില്ലാത്ത പച്ചക്കറി കഴിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണിത്. അതാണിത്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത്തിരി വരുമാനം ഉണ്ടാക്കുന്നത്. ഇത് എല്ലാ വിളകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പച്ചക്കറികൾ, ഫ്രൂട്ട് പ്ലാന്റ്, ഫ്ലവറിംഗ് പ്ലാന്റ്, അങ്ങനെ ഒരുപാട് കൃഷികൾ നമുക്കുണ്ടല്ലോ. എല്ലാറ്റും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല കേട്ടോ, ഈ ജീവികളുടെ ആക്രമണം ഉണ്ടാവുമല്ലോ, അതിനൊക്കെ നമുക്ക് ഈ ഒരു ഇത് മതി. ഇതുകൊണ്ട് തന്നെ നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാനും പറ്റും, മറ്റുള്ള ജീവജാലങ്ങളുടെ ആക്രമണം തടയാനായിട്ടും സാധിക്കും. അതാണ് നമ്മുടെ സംഭവം. ഇത് കണ്ട, എൻ്റെ കുഞ്ഞു റൂം കണ്ട, ഇതിനകത്താണ് ഞാൻ ഈ സെയിൽ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാം. അപ്പം ഞാനിത് പറയാൻ കാരണം എന്നറിയോ, എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ടേ, എനിക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ഒന്ന് പറഞ്ഞു തരുമോ? എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ വീട്ടിൽ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവർക്ക് പുറത്ത് പോയി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണല്ലോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിലൊരു റൂമിലിരുന്ന് ചെയ്യാം. നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കിട്ടിയ ഓർഡറാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് കണ്ട, നോക്കിയേ. ഇത് ഇപ്പോൾ എനിക്ക് മാത്രമല്ല ചെയ്യാൻ പറ്റുക, കൊച്ചു കുട്ടികൾക്കടക്കം ചെയ്യാൻ പറ്റും. ഇത് എൻ്റെ മക്കളാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നതും ഈ ഇതുപോലെ ലേബലൊക്കെ ഒട്ടിച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇതുപോലെ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് ഏത് കുട്ടികൾക്കും വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ ഒരുപാട് പേരിപ്പോൾ നമ്മൾ ഈ ഹോമിയോ ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് നമുക്ക് ഒരുപാട് പേര് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് തെങ്ങിൻ്റെ വിളവ് കാണിക്കാനാണ് പോകുന്നത് കേട്ടോ, തെങ്ങിൻ്റെ. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് വെള്ളം കാണിക്കാനായിട്ട് നല്ല കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് തെങ്ങി കയറുക എന്നുള്ളത്. അത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അത് ഇന്ന് നടക്കും. അവിടെ പോയിട്ട് നമ്മൾ തെങ്ങിൽ കയറി തേങ്ങ ഇടും ഞാൻ. എന്നിട്ടത് വെട്ടി കരിക്ക് കുടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരും. അപ്പോൾ ആ വിളവ് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടായി നിൽക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എന്താ, റെഡിയല്ലേ? ഞങ്ങൾ പോകാൻ നിൽക്കുന്ന വാ. ഇവിടെ ഈ ഏണി വെച്ചിട്ട് ഏണി കൂടിയാണ് കയറാൻ തെങ്ങയില്. ഏണി കൂടി കയറും, അല്ലാതെയും കയറും. അതൊക്കെ കയറും, കാണ്. അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ച തളപ്പൊക്കെ ഇട്ട് തെങ്ങില് സാധാരണ രീതിയിൽ കയറുന്നാണ്. അങ്ങനെ ഞാൻ കേറുവോ? അത് ശരി, അറിയില്ലല്ലോ. അന്നാ കേറ്. കേറാൻ അന്നാ കേറ്, അന്ന് കയറി കാണിച്ചു തരാം. കേറാൻ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് കേട്ടാ. പക്ഷെ എന്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ടും അത് കാരണം കൊണ്ട് ഞാനിത് കേറാന്ന് വിചാരിക്കുന്നത്. നോക്കി കേറണേ. നോക്കിയോ കേറാം. സെറ്റാണ്. സെറ്റാണോ? അടിപൊളിയാണ്. ഇപ്പൊ സെറ്റാണ്. ഇങ്ങനെ കേറാൻ പേടിയുണ്ടോ? പേടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യത്തിൽ പേടിയുണ്ട്. പക്ഷെ എന്നറിയോ, നമ്മളെ ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിനപ്പുറത്ത് നമുക്ക് പേടിയെ മാറ്റി വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലായിടത്തും വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലാഗ്രഹമാണ്. കാരണം തെങ്ങിൽ നമുക്ക് ഒരിക്കൽ ഇത്ര വലിയ തെങ്ങിലും നമുക്ക് ഒരിക്കൽ ഒറ്റയ്ക്ക് കയറാനൊന്നും പറ്റുന്ന കാര്യമല്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കേറുമ്പോ ആ തേങ്ങ ഇട്ടൊരു ഫീൽ ഉണ്ടാവുമല്ലോ. എപ്പോഴും പലപ്പോഴും താഴെ നോക്കുമ്പോ ആ തെങ്ങിന്റെ മുകളിൽ നോക്കുമ്പോ നമുക്കൊരു തെങ്ങ് വെട്ടുന്ന ആളുകളുടെ ഒരു ഫീലില്ലേ, അത് നമുക്ക് അനുഭവിച്ചായിരുന്നെങ്കിൽ നമ്മൾ തന്നെ പോണം. ഇത് അനങ്ങുമ്പോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നറിയാം, താഴത്തേക്ക് നോക്കുമ്പോഴേ തെങ്ങിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഹൈറ്റാട്ടാ. എത്ര മീറ്ററോളം ഹൈറ്റ് ഉള്ള തെങ്ങാണ്, നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ സന്തോഷം ദുഃഖവും എല്ലാം കൂടി ചേർന്നൊരു അനക്കൊക്കെ വരുമ്പോഴേ ചെറിയൊരു പേടി ഇല്ലായില്ല. എന്നാലും നമ്മുടെ തെങ്ങാണ് ഈ കാണുന്നത്. കണ്ടോ, ഇനി ഒരുപാട് പൊങ്ങണോട്ടോ, എന്നാലും നമുക്ക് ഇതിന്റെ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് കണ്ട, നമ്മുടെ തെങ്ങ് അടുത്ത് നിൽക്കണേ. എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമായിട്ടോ. നോക്കി തെങ്ങാണ് നിൽക്കുന്നത്. എത്ര കൊലകളെ നോക്കി, ഒരു 5-8 10 12 കൊലകളുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ ഇട്ടാൻ പോകുന്നിട്ട് നോക്കി കേട്ടോ, തെങ്ങിന്റെ അടുത്ത് കേട്ടോ. അപ്പൊ നമുക്കിത് വെട്ടില്ല എന്നാ ചെറു കാണിച്ചിട്ട് താഴത്തേക്ക് നോക്കുമ്പോ, താഴത്തേക്ക് നോക്കുമ്പോ സീനെങ്ങനെ കാണണ്ടേ. നോക്കി, ഇത് കണ്ട, ഇത്ര ഹൈറ്റ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നോക്കി, ഇത് കണ്ടോ, ഇത്രയും മീറ്ററോളം പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇനി ഇതേ തേങ്ങ വിട്ടെടുക്കാം. ഇതേ വാക്കത്തൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ കണ്ട, നല്ല മൂർച്ചയുള്ള വാക്കത്തിയാണ്. അപ്പോൾ ഒരുപോലെയല്ലേ പറഞ്ഞേക്കുന്നത്. വെട്ടാനായിട്ടുള്ളൊരു ഗ്യാപ്പ്
നിറഞ്ഞു നിൽക്കാണ് തേങ്ങ. അതുകൊണ്ട് നമുക്ക് ഒരു ഗ്യാപ്പ് ശരിക്കും ഇതിനകത്ത്. അങ്ങനെ എന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് പറയാതെ തെങ്ങിന്റെ അടുത്തതേ കണ്ടാ. ഇത് വലിയൊരു ആഗ്രഹമല്ലേ, പക്ഷെ എനിക്ക് താഴത്തേക്കൊക്കെ ഭയങ്കര പേടിയാട്ടോ. അതേ റോഡൊക്കെ കണ്ടില്ല, ഭയങ്കര നോക്കി ഭയങ്കര ഹൈറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ ഭയങ്കര ഹൈറ്റാണ്, നമുക്കൊരു ചെറുതായിട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊല മൊത്തം വെട്ടിയെടുക്കണം. താഴത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ചായിട്ടേ തോന്നുള്ളൂ, പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഇത്രയും ആ ഒരു വലിപ്പവും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഇത്ര അധികം കൊലകളുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ വലിയ തേങ്ങയായിട്ടോ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാടുണ്ട് ഇതിനകത്ത്. എന്താ പറയുക, ഈ ഞൗണിക്കാന്നൊക്കെ പറയില്ലേ, ആ സാധനം മുട്ടയിടുമ്പോൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു വെക്കാം. എന്ന പോലെയായിട്ട് ഇതിനകത്തുള്ളത്. ഇതാണ് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ചുറ്റും കണ്ടോ നിറയെ തേങ്ങയാണ്. നമുക്കിത് എണ്ണാൻ പറ്റുന്നില്ല, കുറച്ച് എണ്ണി നിർത്തിയുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് താഴെ ഇറക്കി കഴിയുമ്പോൾ എണ്ണീട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് എന്തായാലും വെട്ടി കരിക്കാക്കിയിട്ട് നമുക്ക് കുടിക്കാം. നമ്മൾ കരിക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. ലൈവായിട്ട് തന്നെ കറിക്ക് മുറിച്ചെടുത്തേക്ക്. ഞാൻ തെങ്ങി കയറിയില്ല, താഴ്ന്ന് ഇട്ടാന്ന് പറയാതെ നിൽക്കണ്ട. ഞാൻ ലൈവായിട്ട് ഇട്ട ഒരു കരിക്കാണിത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെട്ടി കുടിച്ചിട്ട് നോക്കാം. തേങ്ങ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഒരു കൊലയാണ് ഈ കിടക്കുന്നത്. ഈ കൊലയിൽ ഏകദേശം ഒരു 30ഓളം തേങ്ങ വരും. ഇതാണ് നമ്മുടെ ഈ ഹോമിയോ ഗുളിക പ്രയോഗത്തിലൂടെ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാക്കും. അതായത് ഈ ഇത് പ്രയോഗിക്കുന്നതിലൂടെ തന്നെ ഒരു തേങ്ങ പോലും പിടിക്കാതെ വരുന്നില്ല. എല്ലാ തേങ്ങയും നമുക്ക് ഇതിനകത്ത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര മാത്രം ഒരു കൊലയിൽ 30 തേങ്ങ കിട്ടിയിട്ടുള്ളത്. നിങ്ങളിപ്പോ കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഹോമിയോ എന്ന് ആക്ച്വലി 5 വർഷം മുമ്പാണ് ഈ ഹോമിയോ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ പ്രോഡക്റ്റ് ഒരു മിറാക്കിൾ പ്രോഡക്റ്റ് ആണ്. അത് ഏത് വിളക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടത് തെങ്ങിനാണ്, തെങ്ങിന് മാത്രമല്ല എല്ലാ വിളക്കും ഇത് ഭയങ്കര റിസൾട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് വെച്ചെങ്കിൽ ഇത് ആക്ച്വലി ഒരു വീട്ടമ്മയ്ക്ക് കൂടിയിട്ട് അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരന് കൂടിയിട്ട് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പം ആക്ച്വലി നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ തുടങ്ങുന്നത് വെറും 5 പ്രോഡക്റ്റിലാണ്. ഇന്ന് ആക്ച്വലി 45ഓളം പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാണ്ട് തന്നെ എല്ലാം ഒരു മണ്ണിനെ മുഴുവനായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃഷി ചെയ്യാവുന്ന എല്ലാവിധ സംവിധാനവും നമുക്കുണ്ട്. ഈ തെങ്ങിന്റെ പേരിൽ നിങ്ങൾ കെട്ടിവെച്ചേക്കണ ഹോമിയോ മരുന്നില്ലേ? 100 ഗുളികയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. തെങ്ങ് 100 ഗുളിക എടുത്തിട്ട് ഒരു ബോട്ടിൽ, 1 ലിറ്ററിന്റെ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്തേക്ക് ഇത് മിക്സ് ചെയ്യും. 2 ഗ്രാമാണ് 100 ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിക്സ് ചെയ്തിട്ട് ആ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 4 തെങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇപ്പൊ ഇത് കാണിക്കാൻ പോകുന്നത്. ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്യണം. ഒരു കുപ്പിയിൽ നമ്മൾ കലക്കി കഴിഞ്ഞാൽ 100 ഗുളികയാണ്. അത് കലക്കി കഴിഞ്ഞാൽ 4 തെങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത് കണ്ടോ, ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം കെട്ടി വെക്കാനായിട്ട്. കണ്ടോ, നമ്മളിത് അപ്പൊ അതേ ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് വളരെ ഇട്ടോട്ട് സെറ്റ് ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും കൊണ്ട് കാണിച്ചില്ലേ. അപ്പൊ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അത് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ കുഞ്ഞു അടുക്കളത്തോട്ടോ അല്ലെങ്കിൽ കൃഷിയോ ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മളെല്ലാവരും മിക്കവാറും നമുക്ക് വിളവ് കിട്ടൽ കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആക്കണോ, അതിന് താല്പര്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കമ്പനിയുടെയും എന്റെയും എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.